രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ സകല ക്രിമിനലുകളെയും കൂട്ടി ജന്തർ മന്ദറിൽ സമരം നടത്തിയ ആളുകൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൊണ്ട് വെടിവെച്ചാൽ എന്താ കുഴപ്പം? ഇത് ചോദിക്കുമ്പോൾ ടി ജി മോഹൻദാസിനെ തൂക്കിക്കൊല്ലാൻ നടക്കുന്നത് പോലെ എന്നെയും അങ്ങ് കഴിവേറ്റാം എന്ന് കരുതണ്ട. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ബി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ച് ഇന്നലെ ഈ ചോദ്യം ഉന്നയിച്ചു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മൂടി വെച്ച് കളഞ്ഞു ആ വാർത്ത. മൂടി വെച്ചു. കാരണം ഒരു വലിയ അക്രമം ഉണ്ടാവുന്നു, ആ അക്രമം നേരിടാൻ പോലീസ് ബലം പ്രയോഗിക്കുന്നു. ബലം പ്രയോഗിക്കാതെ എന്ത് ചെയ്യണം? അക്രമം നടത്തുന്ന ആളുകൾ നിങ്ങൾ പോയി അഴിഞ്ഞാടിക്കോ എന്ന് പറഞ്ഞ് അഴിച്ചു വിടണോ? അങ്ങനെയാണോ? അതാണ് ടി ജി മോഹൻദാസ് പറഞ്ഞത്. ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, കർഫ്യൂ ലംഘിച്ച വെടിവെക്കും, വെടിവെച്ചാൽ ആളുകൾ ചാകുന്നവരുടെ എടുത്ത് മോർച്ചറി കൊണ്ടുപോകും. അതിന് ടി ജി മോഹൻദാസിനെ തൂക്കിക്കൊല്ലണമെന്ന് പറയാം. ടി ജി മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഒരക്രമത്തെ എങ്ങനെ നേരിടണം എന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതിന് അദ്ദേഹം പ്രധാനമന്ത്രി ആയാലല്ലേ, പ്രധാനമന്ത്രി അങ്ങനെ ഉത്തരവിട്ടാൽ എന്ത് പറ്റും? തൂക്കിക്കൊല്ലാൻ പറ്റുമോ? രാജ്യത്ത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി പണ്ട് സന്യാസിമാരെ കൊന്നിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകളെ കൊന്നിട്ട് 5-6 പേര് മരിച്ചു എന്നുള്ള കേസുണ്ടാക്കി എഴുതി തള്ളി. അന്ന് സോഷ്യൽ മീഡിയയും 24 മണിക്കൂർ ന്യൂസ് ചാനലുകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മരിച്ചത്, വെടിയേറ്റ് കൊല്ലപ്പെട്ടത് പാവപ്പെട്ട സന്യാസിമാരായതുകൊണ്ട് ഈ രാജ്യത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ദിര എന്ന് പറയുന്ന ഭാരതയക്ഷി ചെയ്ത ഒരു നിഷ്ഠൂരമായ കൃത്യം ആരും അറിഞ്ഞില്ല. ഇപ്പം നോക്കൂ, ദില്ലിയിൽ എന്താ നടന്നത്? ദില്ലിയിൽ ഏതാണ്ട് 3000-ത്തിനടുത്ത് 2875 മറ്റോ ആളുകൾ ക്രിമിനൽസ് ആയിരുന്നു. ബലാത്സംഗം, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, പിടിച്ചുപറി, പോക്സോ ഉൾപ്പെടെയുള്ള കേസിലെ പ്രതികൾ. അവർ അക്രമാസക്തരായപ്പോൾ ദില്ലി പോലീസ് വെടിവെച്ചു. സുപ്രീം കോടതി ചോദിച്ചത് എന്താ? സുപ്രീം കോടതി ചോദിച്ചത് അല്ല, ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട്, വയലന്റ് മോബിനെ പിരിച്ചുവിടാൻ വേണ്ടി ടിയർ ഗ്യാസ് പ്രയോഗിക്കാം, അതിനുശേഷം എന്നിട്ടും പോയില്ലെങ്കിൽ ലാത്തി ചാർജ് നടത്താം. എന്തിന്? ഒറിജിനൽ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെക്കാൻ പോലും നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നുണ്ട്. എത്രയോ സ്ഥലത്ത് വെടിവെപ്പ് നടന്നിട്ടുണ്ട്. കേരളത്തിൽ നടന്നിട്ടില്ലേ? കേരളത്തിൽ എത്ര അങ്കമാലി വെടിവെപ്പ് മറക്കാൻ പറ്റുമോ? ചന്ദനത്തോപ്പ് വെടിവെപ്പ് മറക്കാൻ പറ്റുമോ? അങ്ങനെ എത്ര വെടിവെപ്പുകൾ ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസ് സർക്കാരും ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ വെടിവെപ്പുകളൊക്കെ അതിൻ്റെ ന്യായം സർക്കാർ പറഞ്ഞ് അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ. വെടിവെക്കേണ്ടി വന്നാൽ വെടിവെക്കുകയും വേണം, വെച്ചിട്ടുകൊണ്ട് ഇനി വെക്കുകയും വേണം. ഒരു തർക്കവും. കാരണം രാജ്യമാണ്, അക്രമികളല്ല പ്രധാനം. അതുകൊണ്ട് സ്വാഭാവികമാണ്. പക്ഷേ സുപ്രീം കോടതി ചോദിച്ചത് നമ്മുടെ രാജ്യത്ത് ബുള്ളറ്റ് വരെ ഉപയോഗിക്കാം, ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ചാൽ ആൾ ചത്തുപോകും. അപ്പോൾ പിന്നെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? പെല്ലറ്റ് ഗൺ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ല, മനുഷ്യാവകാശ ലംഘനമാണ്. ഇന്നലെ മലയാള മനോരമ പത്രം മാപ്പൊക്കെ വരച്ചു വെച്ചു. മാപ്പ് എന്ത് കോപ്പാണോ? കാരണം ഈ പെല്ലറ്റ് അങ്ങോട്ട് പോയാൽ എവിടെയൊക്കെ തറയ്ക്കും. വെടിവെച്ചാൽ ചിലപ്പോൾ ചങ്കിന് കൊണ്ട, തലയ്ക്ക് കൊണ്ട, ആൾ ചത്തുപോകും. ഇപ്പോൾ പെല്ലറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ചെറിയ തരികൾ, പ്രഷർ ഗൺ എന്ന് പറയും. ഇത് വെച്ച് വെടിവെക്കുമ്പോൾ ഇതിൻ്റെ തരികൾ ചിതറിത്തെറിച്ച് വന്ന് ശരീരത്തിൽ തറച്ചു കയറും. ആൾ മരിക്കില്ല, ചിലപ്പോൾ കണ്ണി കൊണ്ട കാഴ്ച പോവുമായിരിക്കും, പക്ഷേ സർജറി നടത്തിയെടുക്കാം. ചിലതൊക്കെ അവിടെ തന്നെ ശരീരത്തിൽ തന്നെ ഇരിക്കും, എടുക്കേണ്ട കാര്യമില്ല. ചിലത് എടുത്തു മാറ്റും. അതാണ് പെല്ലറ്റ് ഗൺ. ഇത് ലോകത്തെ എല്ലായിടത്തെയും സേനകൾ ഉപയോഗിക്കാറുണ്ട്. അക്രമാസക്തമാകുന്ന മോബിനെ ടിയർ ഗ്യാസ് പ്രയോഗിക്കും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലാത്തി ചാർജ്. എന്നിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ജീവനെടുക്കുന്ന മാരകമായ വെടിവെപ്പിന് മുമ്പ് നടത്തുന്നതാണ് പെല്ലറ്റ് ഗൺ. അത് ഉപയോഗിച്ച് ചെറിയ പരിക്ക് പറ്റും, ചാവത്തില്ല മിക്കവാറും. വേദന എടുക്കും, നല്ല വേദന എടുക്കും, ഓടിപ്പോകും. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കാറുണ്ടല്ലോ എന്ന് പറയുന്ന പോലെയുള്ള ഒരു പോലീസിൻ്റെ, സ്റ്റേറ്റിൻ്റെ, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു നടപടി. അത് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് സുപ്രീം കോടതി ചോദിച്ചത് രാഹുൽ ഗാന്ധി കേട്ടില്ല. രാഹുൽ ഗാന്ധി ഇന്നലെ ഈ പെല്ലറ്റ് തറച്ച ഒരാളുടെ ചിത്രമൊക്കെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട്, പുള്ളിക്ക് ഇങ്ങനെ സിനിമ കാണിക്കുന്നതിൽ വലിയ പണിയാണല്ലോ, ഇഷ്ടമുള്ള പരിപാടിയാണ്, സിനിമ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി രാജ്യത്തെ നിയമം പെല്ലറ്റ് ഗൺ വരെ ഉപയോഗിക്കാം എന്നുള്ള നിയമം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി അല്ല കേട്ടോ. നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഇന്ത്യ ഭരിച്ച സർക്കാരുകൾ, കൂടുതലും ഇയാളുടെ അപ്പനും അമ്മൂമ്മയും ഒക്കെ ഭരിച്ച കാലം മുതലേ ഉള്ള നിയമമാണ്, ഉള്ള സംവിധാനമാണ് ഈ പെല്ലറ്റ് ഗണ്ണുകൾ. അത്
ഉപയോഗിച്ചിട്ടുണ്ട്, ഇനിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അത് നിയമം മൂലം നിരോധിച്ചിട്ടില്ല, നിരോധിക്കാൻ ഉദ്ദേശവുമില്ല എന്ന് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് ബോധ്യമായത് അങ്ങനെയാണ്. അല്ല, അത് വലിയ മാരകമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ സമരം ചെയ്യുന്ന ആളുകൾ അക്രമാസക്തരായാൽ അവരുടെ മുന്നിൽ നിന്ന് ശാന്തി മന്ത്രം ചൊല്ലണം, അവർക്ക് പൊറോട്ടയും ബീഫും പിടിച്ചു കൊടുക്കണം എന്ന് പറയുമോ കോടതി? ഇല്ല. നിയമം കയ്യിലെടുത്താൽ നിയമദംസകരാണ്. നിയമദംസകരെ നേരിടാൻ ബലം പ്രയോഗിക്കുക തന്നെ വേണം. നോക്കൂ, ഇത് എത്ര വലിയ തിരിച്ചടിയാണ് ഈ പാറ്റാ സമരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ സുപ്രീം കോടതിക്കെതിരെയാണ് സമരം ആരംഭിച്ചത്. പാറ്റ എന്ന് പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയത് അറിയാമല്ലോ. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട ഇല്ലാത്ത വ്യാജ ഡിഗ്രി ഉണ്ടാക്കി കയറുന്നവന്മാർ ഈ രാജ്യത്തെ തുറന്നു നിൽക്കുന്ന പാറ്റകളാണെന്ന് പറഞ്ഞു, വ്യാജ ബിരുദധാരികൾ. അപ്പോൾ അതിൽ ഞങ്ങൾ മടിയന്മാർ എന്ന് പറഞ്ഞു, മടിയന്മാർ എന്ന് പറഞ്ഞ് വന്നവരാണ് സുപ്രീം കോടതിക്കെതിരെ ഒരു സർക്കാസം പോലെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇന്നലെ അഭിജിത് ദീപ്കെ പറയുകയാണ്, വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടായിരുന്നോ? അഭിജിത് ദീപ്കെ പറയുകയാണ്, മോദി ഒറ്റ ദിവസം കൊണ്ട് ചെറുപ്പക്കാരുടെ താവളമാണ് ഇൻസ്റ്റ എന്ന് പറഞ്ഞിട്ട് ഒരു 2.5 മിനിറ്റ് വീഡിയോ ഇട്ടപ്പോൾ 303 കോടി ആളുകൾ കണ്ടു. ഓ, അത്രയും പേര് കണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, 303 മില്യൺ ആളുകൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ അത്രയും വലിയ ഇൻഫ്ലുവൻസറാണ് മോദി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാൻ പോകാൻ. ഇയാളാണോ, ഇവൻ്റെ അച്ഛനാണോ ഈ നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയത്? ഇന്ത്യയിലെ ജനങ്ങളാണ്, അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. കാരണം ഇയാളുടെ കുരുവങ്ങ് പൊട്ടിപ്പോയി, കംപ്ലീറ്റ് റിലയം പോയി. ഇൻസ്റ്റ ഉപയോഗിക്കുന്ന പിള്ളേരെല്ലാം ചെറുപ്പക്കാരാണ്, ഇൻസ്റ്റ ഉപയോഗിക്കുന്നവർ മുഴുവൻ മോദിക്ക് അനുകൂലമാണ്, മോദിക്കെതിരാണ് എന്ന് പറഞ്ഞ് തള്ളി മറിച്ചവൻ നരേന്ദ്രമോദി ഒരു പോസ്റ്റ് ഇട്ട ഒറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് 303 മില്യൺ ആയപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോയി, കണ്ണ് തള്ളിപ്പോയി. ചെറുപ്പക്കാരുടെ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റ എന്ന് പറഞ്ഞിരുന്നവരാണ് മോദിക്ക് ഇത്രയും വലിയ സഭ. യുവന്മാർ 2000 പേര് കൂടിപ്പോയാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന 303 മില്യൺ ആളുകൾ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നു ഇൻസ്റ്റയിൽ. ഇവൻ്റെയൊക്കെ ഇൻസ്റ്റ റീലുകൾ അവിടെ പോയി. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്നലെ മുന്നൊരു IPS ഉദ്യോഗസ്ഥരുണ്ട്, യശോവർദ്ധൻ ആസാദ് എന്ന് പറയുന്ന മുൻ IPS ഓഫീസർ. ഇയാൾ IPS ആയിരുന്നപ്പോഴത്തേക്ക് ഇയാൾ പോലീസുകാരനായിരുന്നു, ആരെയും തല്ലത്തുമില്ല, ഒന്നുമില്ല, എല്ലാവരും വിളിച്ച് ഉപദേശിച്ച് ചേട്ട സഹോദര ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൈകാര്യം ചെയ്ത ആളായിരിക്കണം. അയാൾ വന്നിട്ടാണ് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് നിരോധിക്കണം. ഇയാൾ സർവീസിലുണ്ടായിരുന്നപ്പോൾ ഇയാൾ എന്താണ് ഈ പെല്ലറ്റ് ഗണ്ണിനെതിരെ ഒന്നും ചെയ്യാതിരുന്നത്, ഹർജിയുമായിട്ട് വന്നത്? സുപ്രീം കോടതി പറഞ്ഞു അതൊന്നും പറ്റില്ല. ഇതിനിപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അവരുടെ ജീവിതം. സുപ്രീം കോടതിയുടെ വാചകം ഞാൻ അങ്ങ് പറഞ്ഞുതരാം. ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി പറഞ്ഞാണ്, ദേ ആർ ആൾസോ ഹ്യൂമൻ ബീയിങ്സ്. ആര്? പോലീസുകാരും മനുഷ്യന്മാരാണ്. ദേ നീഡ് ടു ബി കോൺഫിഡൻറ്റ് അബൌട്ട് ദെയർ സേഫ്റ്റി വെൻ ഫേസിങ് മോബ്സ്. ജനക്കൂട്ടത്തെ നേരിടുമ്പോൾ അവരുടെ സുരക്ഷയെക്കുറിച്ച് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം. അതാണ് പോലീസുകാർക്കും നോവും. പോലീസുകാരും മനുഷ്യരാണ്, അവർക്കും കുടുംബമുണ്ട്. അവരുടെ തലക്കിട്ടടിക്കുമ്പോൾ, അവർക്ക് നേരെ കല്ല് എറിയുമ്പോൾ, അവർക്ക് നേരെ വാള് വീശുമ്പോൾ അവരുടെ ശരീരവും മുറിയും, ചോര വരും, അവരുടെ ജീവനും നഷ്ടപ്പെടും. അവർ രാവിലെ വന്നിട്ട് കുറേ പിള്ളേരോട് അടിയുണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞ് വരുന്നവരൊന്നും അല്ലല്ലോ. അവർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിതമായ ഒരു ജോലി ചെയ്യുന്നവരാണ്. അവരെ കൊല്ലാനും തല്ലാനും ആക്രമിക്കാനും വരുന്നവരെ നേരിടുമ്പോൾ അവർക്ക് അതിനുള്ള കരുത്ത് വേണം, അതിനുള്ള ആയുധം വേണം. ആവശ്യം വന്നാൽ ഈ ആയുധങ്ങളെടുത്ത് ഉപയോഗിക്കാം. തോക്ക് കൊടുത്തിരിക്കുന്നത് വെടിവെക്കാനാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇത് പറഞ്ഞോ? അപ്പോൾ വെടിവെക്കം നരേന്ദ്രമോദിയുടെ സർക്കാർ, അമിത്ഷായുടെ സർക്കാർ, അമിത്ഷായുടെ പോലീസ് വെടിവെച്ചില്ലല്ലോ. ടിയർ ഗ്യാസ് അല്ലേ പൊട്ടിച്ചുള്ളൂ, ലാത്തിയല്ലേ വീശിയുള്ളൂ, പെല്ലറ്റ് ഗണ്ണല്ലേ ഉപയോഗിച്ചുള്ളൂ. ഈ 2000 പേരുടെ നേരെ എല്ലാ എടുത്ത് തുരുതുര പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചിരുന്നെങ്കിൽ എല്ലാം ഇപ്പോൾ കിടന്നതിന് ആശുപത്രിയിൽ. 2-3 പേരുടെ ദേഹത്തല്ലേ തറച്ചുള്ളൂ. ഏറ്റവും കൂടുതൽ അക്രമം കാണിച്ചവരുടെ ദേഹത്തായിരിക്കും പല്ലറ്റ് കയറിയിട്ടുണ്ടാവുക. അത്രയേ ഉള്ളൂ, അത്രയും കണക്കാക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഈ സമരത്തിന് ഒത്താശ പാടുന്ന മാധ്യമങ്ങൾ, സുപ്രീം കോടതി ഇത്രയും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ, അതായത് പോലീസുകാരും മനുഷ്യരാണ്, ജനക്കൂട്ടത്തെ നേരിടുമ്പോൾ അവർക്ക് അവരുടെ സുരക്ഷ കൂടി നോക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വെച്ചു. ഇപ്പോൾ സുപ്രീം കോടതിയെ കളിയാക്കിയിട്ടാണ് ഇറങ്ങിയത്. നിങ്ങൾ ഈ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഊളയും സംഘവും ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? സുപ്രീം കോടതിക്കെതിരെയാണ് കളി. സുപ്രീം കോടതി വിധി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, പിന്നെ ആരുടെ വിധിയാണ് തനിക്ക് സ്വീകാര്യം?
ആരുടെ വിധിയാണ്? രാഹുൽ ഗാന്ധിയുടെ തീരുമാനമോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്തെ നിയമവും രാജ്യത്തെ നിയമവാഴ്ചയും രാജ്യത്തെ കോടതികളെയും രാജ്യത്തെ ഭരണകൂടത്തെയും അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആളുകൾ അനാർക്കിസ്റ്റുകളാണ്, രാജ്യവിരുദ്ധരാണ്. അവരെ കൈകാര്യം ചെയ്യണം, ക്രഷ് ചെയ്യണം, അടിച്ചൊതുക്കണം. രാജ്യവിരുദ്ധ സമരങ്ങൾ നടത്തുന്നവരെ അടിച്ചൊതുക്കണം. ടിയർ ഗ്യാസ് പ്രയോഗിക്കണമെന്നാണ് പ്രയോഗിക്കണം, ലാത്തിച്ചാർജ് നടത്തണമെന്നാണ് ചെയ്യണം. ഇനി അക്രമാസക്തമായ ഒരു മോബ് രാജ്യം നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ വെടിവെക്കേണ്ടി വന്നാൽ വെടിവെക്കുക തന്നെ ചെയ്യണം. എന്താ തർക്കം? അതിനല്ലേ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ നിയമവിരുദ്ധമായി പ്രൈവറ്റ് തോക്കുകളെടുത്ത് വെടിവെക്കാനല്ല പറയുന്നത്. സേനയ്ക്ക് തോക്ക് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? പണ്ട് കരുണാകരൻ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഇടത്തോടെ പറഞ്ഞിട്ടുണ്ട്, ആ പോലീസിന് തോക്ക് കൊടുത്തിരിക്കുന്നത് വെടിവെക്കാനാണെന്ന്. സംശയം എന്താ? സംശയം എന്താ? അതിൻ്റെ മറ്റൊരു വെർഷനാണ് ടി ജി മോഹൻദാസ് ചേട്ടനും പറഞ്ഞത്. ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതിയെ നിങ്ങൾ കളത്തിലിറക്കി. ഇനിയിപ്പോൾ സുപ്രീം കോടതി ചാണകക്കോടതി, സംഘിക്കോടതി എന്നൊക്കെ പറയാം. അതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഈ രാജ്യത്ത് നിയമമുണ്ട്, നിയമവാഴ്ചയുണ്ട്, ഭരണഘടനയുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. ഇനി ഒരുപാട് കളിച്ചാൽ പെല്ലറ്റല്ല, സാക്ഷാൽ വെടിയുണ്ട വരെ കയറും. അതിനുള്ള സംവിധാനവും അതിനുള്ള പ്രോട്ടോക്കോളും അതിനുള്ള നിയമവും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. പാറ്റ എന്നും പറഞ്ഞ് മക്കളെ പറഞ്ഞു വിടുന്നവർ ആലോചിക്കണം. കുഞ്ഞുങ്ങളെ ഇറക്കി ഇന്ത്യയിലെ സർക്കാരിനെ ബംഗ്ലാദേശിലെ പോലെ, നേപ്പാളിലെ പോലെ, ശ്രീലങ്കയിലെ പോലെ അട്ടിമറിക്കാം എന്നുള്ള മോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ത്യയിൽ അതിശക്തമായ സംവിധാനങ്ങളുണ്ട്. സുപ്രീം കോടതിയുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, നല്ല ഇച്ഛാശക്തിയുള്ള തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഉണ്ട്. അതിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന സേനകളുമുണ്ട്. ഇതിനിടയ്ക്ക് ചില അവന്മാരൊക്കെ വീഡിയോ ഇട്ടു, പട്ടാളം ഞങ്ങളുടെ കൂടെയാണ്, സൈന്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഫേക്ക് വീഡിയോ ഒക്കെ ഇട്ടു. അനുഭവിക്കും കേട്ടോ, അനുഭവിക്കും. പണി വരുന്നുണ്ട്. ഇന്ന് പണി കിട്ടിയില്ല എന്ന് വെച്ച് നാളെ കിട്ടത്തില്ല എന്നല്ല അർത്ഥം. ഇതൊരു മെല്ലെ മെല്ലെ വരുന്നൊരു പണിയാണ്, സാവകാശം. ഇന്ന് വന്ന് രാത്രി എല്ലാത്തിനെയും പിടിച്ചുകൊണ്ടൊന്നും പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങളെ ആരും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് വിട്ടിക്കിടക്കുന്നവർ നാളെ ഒരു പാസ്പോർട്ടിന് ശ്രമിക്കുമ്പോൾ, ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, രാജ്യത്തിന് പുറത്തേക്കൊന്ന് പോകാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു ജോലി കിട്ടി വരുമ്പോൾ അനുഭവിക്കും. കളി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും സുപ്രീം കോടതി ബാറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുന്നു. ഇനിയാണ് മക്കളെ കളി. നമുക്ക് ഗ്യാലറിയിൽ നിന്ന് കളി കാണാം. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.